എല്ലാവർക്കും നമസ്കാരം. വഴുതനങ്ങ വെച്ച് നമുക്കൊരു തോരൻ തയ്യാറാക്കാം കേട്ടോ. അതിനുവേണ്ടി വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അതിൻ്റെ ഒരു കറുപ്പ് കളർ ആ വെള്ളത്തിൽ ഇറങ്ങിപ്പോണം. എന്നിട്ട് നമ്മളിത് പിഴിഞ്ഞ് മാറ്റി 2-3 പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കണം. ഈ ഒരു കറുപ്പ് കളർ ഉണ്ടെങ്കിൽ നമ്മുടെ തോരൻ വെച്ചാൽ അത് കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഇങ്ങനെ 2-3 പ്രാവശ്യമെങ്കിലും എന്തായാലും ചെയ്യണം. ഞാനിത് 2-3 പ്രാവശ്യം അതേപോലെ കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് പച്ചമുളക്, 1 സ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇത് വേവിച്ചെടുക്കാം. വഴുതനങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. വെള്ളം വേറെ എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു കൂട്ട് തയ്യാറാക്കി വെക്കാം. ഇത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്ത കൂട്ടാണ് നമ്മുടെ വഴുതനങ്ങയിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ വഴുതനങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് ആവി കയറ്റി കൊടുക്കാം. അതേപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.